ഇന്ന് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു ലഡുവാണ് തയ്യാറാക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നല്ല സിമ്പിളായി തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അതിനായി ഒരു പഴുത്ത മാങ്ങ തോലൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഞാനിവിടെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ചെറിയ തീയിൽ വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കളറൊന്നും മാറിക്കിട്ടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ നാളികേരം ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ മതിയാകും. നാളികേരം ചിരകിയെടുക്കുമ്പോൾ വൈറ്റ് പാർട്ട് മാത്രമായിട്ട് ചിരകിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഞാനിവിടെ നമ്മൾ സാധാ ചിരകിയെടുക്കുന്ന പോലെ എല്ലാ ഭാഗങ്ങളും ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെ മാങ്ങ ചേർത്ത് കൊടുത്ത് മാങ്ങ നന്നായി അരച്ചെടുക്കുക. തരികളൊന്നുമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പൊടിച്ചെടുത്ത നാളികേരം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുക്കുകയാണ് നല്ലത്. ഇനി ഇത് നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാല് ചേർത്ത് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്ന് യോജിച്ച് വരുമ്പോൾ ഇത്തിരി ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും ഉപ്പും ഇതിൽ നന്നായി യോജിച്ച് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 5-6 ബദാം ചെറിയ നീളനെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ലഡു മിക്സ് നമുക്ക് ചെറിയ ഉരുളകളായി മാറ്റാം. ഇനി നമുക്ക് ഇതിന് മീതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. വേറെ നട്ട്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന് മീതെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.